ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഒരു കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ ഇനിയിപ്പം നാളെ നടക്കാൻ പോകുന്ന വിശേഷത്തെ കുറിച്ച് കേട്ടാലോ. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ വന്ന് രേവതിനെ അങ്ങോട്ട് വഴക്ക് പറയാണ്. അപ്പൊ അതിന് പിന്നാലെ ആയിട്ട് അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ രേവതി പൂക്കച്ചവടം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു കൂട്ടുകാരി ചേച്ചി വരികയും കൂട്ടുകാരി ചേച്ചി ചോദിച്ചു, നിന്റെ കെട്ടുതാലി എന്തിയെ രേവതി? നീ വലിയ വീട്ടിലൊക്കെ അല്ലേ പോയത്, എന്നിട്ട് നിന്റെ കെട്ടുതാലി എവിടെ പോയി? സച്ചി കൊണ്ടുപോയി പണയം വിൽക്കുമൊന്നും ഇല്ലെന്ന് അറിയാം. കാരണം സച്ചി അല്ലേ ഈ കട വരയിട്ട് തന്നത്. നിന്നോട് സച്ചിക്ക് നിന്നോട് സ്നേഹമുള്ളവനാ. സച്ചിയുടെ കാര്യം എനിക്കറിയാം, സച്ചിയുടെ സ്വഭാവം എനിക്കറിയാം. അതുമല്ല, ഇത്രയൊക്കെ സൗകര്യം നിനക്ക് വേണ്ടി ചെയ്തു തന്ന സച്ചി നിന്റെ മാലയൊന്നും വിൽക്കാൻ പോകുന്നില്ല. എന്തു പറ്റി? നിന്റെ അമ്മായിയമ്മ ഇനിയിപ്പം മേടിച്ചു വെച്ചോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി പറഞ്ഞത്, അയ്യോ ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, എൻ്റെ അമ്മായിയമ്മ പാവാ, അമ്മായിയമ്മ അങ്ങനെയൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല എന്ന്. അപ്പൊ ഇത് നമ്മുടെ രവീന്ദ്രൻ മാറി നിന്ന് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തൻ്റെ മരുമകള് അമ്മായിയമ്മ ഇത്രയും ദ്രോഹമൊക്കെ ചെയ്തിട്ടും അമ്മായിയമ്മയെ കുറിച്ച് ഒരു ദോഷവും പറയുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഒരുപാട് സന്തോഷത്തോടു കൂടിയും അതിലുപരിയായിട്ട് ചന്ദ്ര എന്താ ഇങ്ങനെയായി പോയത്? പാവം, ആ പെൺകുട്ടിയുടെ മാല മേടിച്ചു വെച്ച് കെട്ടുതാലി മേടിച്ചു വെച്ചോണ്ടല്ലേ ഇപ്പൊ ആ പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് എന്നൊക്കെ തോന്നി സങ്കടവുമുണ്ട്. ഏതായാലും ആ കൂട്ടുകാരി പറഞ്ഞു, ഓക്കെ എങ്കിൽ പിന്നെ ഞാൻ പോകാന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്രനെ ഒന്ന് വെള്ള പൂശിയില്ലോ രേവതി. ഏതായാലും ആ ഒരു സമയത്താണ് പെട്ടെന്ന് ചന്ദ്ര ഇറങ്ങി വന്നിട്ട്, ആരടി നീ കുറെ നേരം ആയല്ലോടി നീ കടയിൽ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്, എന്താടി അടുക്കളയിലെ പണിയൊന്നുമില്ലേ? നീ എന്താ അടുക്കളയിലൊന്നും വെച്ചോണ്ടാക്കുന്നില്ലേ? ബാക്കിയുള്ളവർ പട്ടിക്ക് കിടക്കണോ? ഒരു കടയും വെച്ച് കൊടുത്തിട്ടുണ്ട് കെട്ടിയോനും, മനുഷ്യനിട്ട് സമാധാനവും സൗകര്യവും തരത്തില്ല, ആഹാരം പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടങ്ങ് തുടങ്ങുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ആ കൂട്ടുകാരി ചേച്ചി അത് കേട്ടതും കണ്ടതും ഒക്കെ. അപ്പൊ രേവതി ഇപ്പൊ പറഞ്ഞങ്ങ് നാവെടുത്തതേ ഉള്ളൂ എൻ്റെ അമ്മായിയമ്മ പാവമാണെന്ന്. പക്ഷെ എല്ലാം മനസ്സിലായി. പുള്ളിക്കാരിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം പിടികിട്ടി. നമ്മുടെ ചന്ദ്ര ഇച്ചിരി പ്രശ്നക്കാരിയാണ്. അപ്പൊ ഈ കെട്ടുതാലിയൊക്കെ മാറ്റിവെച്ച് ചന്ദ്ര ആയിരിക്കുമെന്ന് സ്വാഭാവികമായിട്ടും ഇത്രയൊക്കെ പറയുമ്പോഴത്തേക്കും ഒന്നാമത് രേവതി കള്ളവും കൂടി പറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പം മനസ്സിലായി കാണുമല്ലോ. രവീന്ദ്രൻ ഇത് കേട്ടതും കാലിൽ നിന്ന് ഇങ്ങനെ പെരുത്ത് കയറി. പിന്നെ രവീന്ദ്രൻ എപ്പോഴും ഈ പെരുത്ത് കയറുന്നത് പോലെ പെരുത്ത് കയറുകയുള്ളൂ, തിരിച്ച് മറുപടി ഒന്നും ചന്ദ്രയോട് പറയത്തുമില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അകത്തേക്കെന്നും പറഞ്ഞുകൊണ്ട് കയറി പോവുകയാണ് ചെയ്തത്. പക്ഷെ നമ്മുടെ രവീന്ദ്രന് ഭയങ്കര സങ്കടം തോന്നുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എടി നീ എന്ത് പണിയാടി കാണിച്ചത്? നീ എന്തിനാടി അവൾക്ക് ഇങ്ങനെ സമാധാനം കൊടുക്കാതെ നീ എപ്പോഴും അവളുടെ പുറകെ നടന്ന് ഓരോ കാരണം കണ്ടുപിടിച്ച് ആ പെങ്കുച്ചിനെ വഴക്ക് പറയുന്നത്? നിനക്കറിയില്ല രേവതി ആരാണെന്ന്? എനിക്ക് അവളെ നന്നായിട്ട് അറിയാം, അവൾ ആരാണെന്നും എന്താണെന്നും ഒക്കെ. പഠിച്ച കള്ളി, കെട്ടിയവനെ കൊണ്ട് പറഞ്ഞ് അവിടെ പൂക്കട ഇടിയിപ്പിച്ച് ഇവിടുത്തെ പണിയൊന്നും അവൾക്ക് ചെയ്യണ്ടല്ലോ. അവൾക്ക് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ പരദൂഷണം പറയാൻ മാത്രമേ നേരമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, പരദൂഷണം ചന്ദ്രേ നീ മിണ്ടിപ്പോകരുത്. കാരണം ഉണ്ടല്ലോ, നിനക്ക് മിണ്ടാനുള്ള അർഹതയില്ല. എടി രേവതിയുടെ കാല് കഴുകി നീ വെള്ളം കുടിക്കണം, അതാ ചെയ്യേണ്ടത്. പിന്നെ അവളുടെ കാല് കഴുകണം വെള്ളം കുടിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങ് പോയി കാല് കഴുകി വെള്ളം കുടിച്ചാൽ മതി. എടി അറിയാമോടി, ഇപ്പൊ അവളുടെ കൂട്ടുകാരി വന്നിട്ട് അവളോട് ചോദിച്ചു കെട്ടുതാലി എന്തിയെന്ന്. അപ്പൊ അവൾ എന്താന്നോ പറഞ്ഞത്? അവളുടെ കെട്ടുതാലിയുടെ കോഴ ഒടിഞ്ഞു പോയിട്ട് നന്നാക്കാൻ കൊടുത്തിരിക്കുകയാണെന്ന്. അവൾക്ക് വേണമെങ്കിൽ നിന്റെ കുറ്റം പറയായിരുന്നു, അത് പരദൂഷണമാക്കി പറയായിരുന്നു. എൻ്റെ അമ്മായിയമ്മ പാവമാണെന്നും ഞാൻ എൻ്റെ സ്വന്തം വീട് പോലെയാണ് ഈ വീട് കാണുന്നതെന്നും അതെൻ്റെ സ്വന്തം അമ്മയാണെന്നും അവള് പറഞ്ഞത്. അയ്യോ, പിന്നെ അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശം കാണും. മിക്കവാറും അവളെ നിങ്ങൾ അവിടെ മാറി നിന്ന് നോക്കുന്നത് കണ്ടു കാണും. നിങ്ങൾ കേൾക്കാൻ വേണ്ടി തന്നെയായിരിക്കും ഇത് അവളുടെ കൂട്ടുകാരിയോട് പറഞ്ഞത്. ദേ ചന്ദ്രേ, നിന്നോടെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. നീ ഓരോന്നിനും ഓരോ ന്യായം കണ്ടുപിടിക്കും. അതുകൊണ്ട് പറയുക, ഞാൻ അവസാനമായിട്ട് പറയുക, ദൈവം എന്ന ഒരാളുണ്ട്. ഇപ്പൊ വേറെ ആര് കണ്ടില്ലെങ്കിലും മുകളിലിരുന്നേ അയാളെല്ലാം കാണുന്നുണ്ട്. ഇതിനൊക്കെ നീ തിരിച്ചു ചോദിക്കേണ്ടി വരും. ആ ഒരു അവസ്ഥ നിനക്ക് ഉണ്ടാകും. നീ ഇപ്പം അവളെ ചവിട്ടി തേക്കുന്നുണ്ടല്ലോ, ലാസ്റ്റ് നിനക്കൊരു തുള്ളി വെള്ളം തരാനേ ഈ ചവിട്ടി തേക്കുന്ന മരുമകളെ കാണത്തുള്ളൂ. അത് നീ മറക്കണ്ട. അങ്ങനെ വെള്ളം തന്നാലേ അത് ഞാൻ തുപ്പി അവളുടെ മുഖത്തേക്ക് തന്നെ ഒഴിക്കും. മരിക്കാൻ നേരത്തും അവളുടെ കയ്യിൽ നിന്ന് ഒന്നും മേടിച്ച് കഴിക്കാൻ പാടില്ല, കുടിക്കാനും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിയുടെ മെക്കിട്ട് കയറുകയാണ്. നീ എന്തിനാടി ഇപ്പൊ ഇവിടെ പോയി കിടന്നത്? നീ കൂടുതൽ അഭിനയിക്കല്ല, നീ എല്ലാവരെയും സൂപ്പിട്ട് കയ്യിൽ വെച്ചിരിക്കുകയല്ലേ, ഇവിടെ അതുണ്ടാക്കിയില്ലല്ലോ, ഇവിടെ ഇതുണ്ടാക്കിയില്ലല്ലോ, ഇവിടെ എല്ലാവർക്കും ആഹാരം കഴിക്കാനുള്ളതല്ലേ, നിന്റെ പൂക്കട മാത്രം ഇവിടെ പുഷ്ടിച്ചാൽ മതിയോ, ബാക്കി ആരുടെയും വയറ് നിറയണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോ, അമ്മേ ഞാനിതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാനിതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാ പോകുന്നത്,
ഞാൻ ഇവിടുത്തെ പണിയെല്ലാം ചെയ്തിട്ടല്ലേ ഞാൻ എൻ്റെ പൂക്കച്ചവടത്തിനായിട്ട് പോകുന്നത്? ഞാൻ ഇവിടുത്തെ പണി ചെയ്യാതെയാണോ പോകുന്നത്? അല്ല, അമ്മയുടെ വേറെ 2 മരുമക്കളും ഉണ്ടല്ലോ, അവരിവിടെ പണി ചെയ്യുന്നുണ്ടോ? അവരെയും നിന്നെയും കൂടെ കമ്പയർ ചെയ്യാൻ പറ്റില്ലടി. എടി, അവരെവിടെ കിടക്കുന്നു, നീ എവിടെ കിടക്കുന്നു? ദരിദ്രാസി കുടുംബത്തിൽ നിന്ന് വന്ന നീ വേണ്ട ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാന്. അല്ലാതെ ശ്രുതിയും വർഷയും അല്ല ഇവിടുത്തെ പണി ചെയ്യേണ്ടത്. നിന്നെ പോലെയാണോ 10 100 രൂപ ലാഭം അല്ല ഉണ്ടാക്കണത്? അവര് കോടികളുടെ ലാഭമാണ് കൊയ്യണത്. അപ്പൊ നമ്മുടെ സച്ചി ഈ സമയത്ത് വന്നു കേട്ടോ. സച്ചി വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, പ്രശ്നം എന്താന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം, അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. എടാ സച്ചി, എത്ര നാളായടാ ഇവളുടെ കഴുത്ത് ഒഴിഞ്ഞു കിടക്കണം? നീ ഒരു ഭർത്താവല്ലേടാ? നിനക്ക് എന്താണ് ഒരു ചിന്തയില്ലേ ഇവളെ കുറിച്ച്? ഒരു ചിന്തയും നിനക്ക് ഇതുവരെ ഉണ്ടായില്ലേ? അവളുടെ കഴുത്തിൽ ഒരു മാല മേടിച്ചിട്ട് കൊടുക്കണമെന്ന് ഞാൻ അന്ന് മുതൽ പറഞ്ഞതല്ലേന്ന് ചോദിച്ചപ്പം, അത് പിന്നെ അച്ഛാ മാല, അത് പിന്നെ നിനക്കറിയാമോ ഇതിന്റെ എന്താ നടന്നതെന്ന്? പോകുന്നവരും വരുന്നവരും ഒക്കെ അവളുടെ കഴുത്തിൽ നോക്കുമ്പോൾ മാലയില്ല, ഒരു ചരടിലാണ് അവളുടെ താലി കിടക്കണത്. അങ്ങനെ കിടന്നു കഴിഞ്ഞാലേ ആ നാണക്കേട് നിനക്കാ, അത് നീ മറക്കണ്ട. പിന്നെ ഇവിടെ ഓരോരുത്തരാണെങ്കിൽ ഓരോന്ന് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്, എന്താണ് കുറ്റപ്പെടുത്തേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നു കേട്ടോ. അപ്പൊ പെട്ടെന്ന് രേവതി, ആ ബ്രേക്ക്ഫാസ്റ്റ് അവൾക്ക് ജോലിക്ക് പോകേണ്ടതാ, ബ്യൂട്ടി പാർലറിൽ പോകണ്ട, സ്വന്തമായിട്ട് കടയുള്ളതാ എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മുടെ സച്ചി ഇന്നലത്തെ കാര്യം അങ്ങ് ഓർത്തു കേട്ടോ. സ്വന്തമായിട്ട് കട, ഒരിക്കലും സ്വന്തം കടയല്ലല്ലോ അത്, നമ്മുടെ ശ്രുതിയുടെ കടയല്ലാന്ന് സച്ചി തിരിച്ചറിഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് സച്ചി ആക്കുന്ന രീതിയിൽ കുറച്ച് സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് ചെറിയ സംശയമൊക്കെ തോന്നുകയാണ്. ഇതെന്താ സച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊരു ചെറിയ സംശയം തോന്നുന്നുണ്ട്. പിന്നെ ഈ പുത്തനച്ചി പുരപ്പുറം തൂക്കും, പിന്നെ എന്താ അങ്ങനെയൊക്കെ കുറച്ച് പഴഞ്ചൊല്ല് പറയുന്നത് പോലെ ആദ്യമായിട്ട് നമ്മുടെ സച്ചിയല്ല ശ്രുതി ജോലിക്ക് പോവാണല്ലോ. അപ്പം ആ ഒരു എന്താ പറയാ, ഭയങ്കര ഇത് ജാട കാണിക്കുകയാണ്. എനിക്ക് സമയത്ത് ചെല്ലേണ്ടതോ, അങ്ങനെ ചെല്ലേണ്ടതോ, ഇങ്ങനെ ചെല്ലേണ്ടതോ എന്നും പറഞ്ഞുകൊണ്ട് ജാട കാണിക്കുന്നു. അപ്പോഴത്തേക്ക് സച്ചി അറിഞ്ഞ, അയ്യോ ഒരു ജോലിയും കിട്ടി അവരെ തുടങ്ങിയില്ലോ എന്ന് പറഞ്ഞു. സച്ചിക്ക് പിന്നെ ആവശ്യത്തിലേറെ എല്ലാവരെയും കുറ്റപ്പെടുത്താനുള്ള അവസരങ്ങൾ എല്ലാവരുമായിട്ട് ഉണ്ടാക്കി കൊടുക്കണുണ്ടല്ലോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചിയോട് വീണ്ടും രവീന്ദ്രൻ പറയുന്നത്, നീ അതൊക്കെ നിൽക്കുക, ആ കേസൊക്കെ വിട്, നീ മറ്റുള്ളവരുടെ കേസൊക്കെ വിട്, നിന്റെ ഭാര്യയ്ക്ക് നീ താലിമാല കൊടുത്തേ പറ്റൂ, മേടിച്ചു കൊടുത്തേ പറ്റൂ, അവളുടെ കഴുത്തിനി വെറുതെ ഒഴിഞ്ഞു കിടക്കുന്നത് ഞാൻ കാണരുത്. ശരി അച്ഛാ, ഞാൻ ഉടനെ തന്നെ മേടിച്ചോളാം, പൈസയൊന്നും ഇല്ലാഞ്ഞിട്ടാന്ന് പറഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, അച്ഛാ സച്ചേട്ടൻ ഈ പൈസയൊന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കും, വെറുതെ നിർബന്ധിക്കണ്ട, സച്ചേട്ടൻ പൈസ ഉള്ളപ്പോൾ മേടിച്ച് തന്നോളൂ എന്ന് പറഞ്ഞപ്പം, കണ്ടോടാ അവളുടെ മനസ്സ് നീ കണ്ടോ? ഇതുപോലെയുള്ള മനസ്സ് ഇവിടെ പലരും കാണാതെ പോകുന്നുണ്ട്. ഒരു ദിവസം കാണും, ഒരു ദിവസം കണ്ടേ പറ്റൂ, കാണാതിരിക്കത്തൊന്നുമില്ലല്ലോ, കാണും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, അല്ല രവിയേട്ടൻ ഈ ആക്കി സംസാരിക്കുന്നത്? എന്നെയാണോ? എനിക്ക് അവളുടെ മനസ്സ് കാണേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എന്തിനാ അവളുടെ മനസ്സ് കാണുന്നത്? എനിക്കിവിടെ 2 മരുമക്കളുണ്ട് മനസ്സ് കാണാനെന്ന് പറഞ്ഞപ്പം, നിനക്ക് 2 മരുമക്കളെ ഉള്ളല്ലേ, ഇത് നിന്റെ മരുമകളല്ലല്ലേ, ഈ നിൽക്കുന്നത് നിന്റെ മകനല്ലേ? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ചന്ദ്രേ, ഞാൻ പറഞ്ഞു, നീ പറയുന്ന ഓരോ വാക്കുകളും നീ എഴുതി കുറിച്ചിട്ടോ, ഇതിനൊക്കെ നീ ഉണ്ടല്ലോ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് നീ ഓരോ ചോദ്യങ്ങളും എഴുതി നീ കുറിച്ചിട്. ഞാൻ നിന്നെ നേരെയാക്കാൻ നോക്കുന്നില്ല, കാരണം നിന്നെ നേരെയാക്കാൻ പറ്റില്ല ചന്ദ്രേ. ഇത്രയും നാളായിട്ടും നിനക്ക് നേരെയാകാൻ സാധിച്ചില്ലെങ്കിൽ ഈ പ്രായം കൂടുന്നതിനനുസരിച്ച് ഇനി തലതിരിഞ്ഞു പോവുകയുള്ളൂ, ഒരിക്കലും നീ നേരെയാകാൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് എന്നോടല്ലേ ഇതൊന്നും പറയുന്നതെന്ന് പറഞ്ഞാണ് ചന്ദ്ര അവിടെ നിൽക്കുന്നത്. അങ്ങനെ ചന്ദ്ര ദേഷ്യം വന്ന് അങ്ങ് പോയി. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചിയുടെ മനസ്സിനെ വല്ലാണ്ട് അങ്ങ് വേദനിപ്പിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ രേവതിക്ക് അവിടെ ഉണ്ടായ അപമാനം അതൊരിക്കലും നമ്മുടെ സച്ചി സഹിക്കില്ല. കാരണം നമ്മുടെ രേവതിനെ ഇപ്പൊ അത്രയ്ക്ക് ഇഷ്ടമാണ്. അത് മാത്രമല്ല, താൻ കാരണമാണല്ലോ ഇതൊക്കെ രേവതിക്ക് ഉണ്ടാകുന്നത്, തൻ്റെ വീട്ടില് തൻ്റെ ഭാര്യയായിട്ട് വന്നിട്ടാണല്ലോ ഇതൊക്കെ ഉണ്ടാകുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓർത്തിങ്ങനെ മനസ്സ് വല്ലാണ്ടങ്ങ് ഒലയുകയാണ്, വേദനിക്കുകയാണ് നമ്മുടെ സച്ചിയുടെ. ഏതായാലും സച്ചി രണ്ടും കൽപ്പിച്ച് നേരെ ഓട്ടത്തിനിറങ്ങി പോവുക. ഏതായാലും സച്ചി ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നേരെ പോകുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല, നമ്മുടെ സച്ചി കൂട്ടുകാരന്മാരുടെ അടുത്തേക്ക് പോകണം. അപ്പൊ സച്ചിനെ കണ്ടതും ആകെ മൊത്തം എല്ലാവർക്കും ഒരു സങ്കടം. എന്ത് പറ്റിയാ നിനക്ക്, രാവിലെ മൂഡ് ഓഫ് ആണല്ലോ ആകെ മൊത്തം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, അത് പിന്നെ മൂഡ് ഓഫ് ആകാൻ കാരണമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ അങ്ങ് പറയുകയാണ്. ഇങ്ങനെയാണ് സംഭവം, എന്ത് ചെയ്യാനാ, അവക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മേടിച്ചു കൊടുക്കാൻ ഇപ്പം എൻ്റെ നിവൃത്തിയില്ലാതായിപ്പോയി. അവളുടെ കഴുത്തിൽ മാല ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തിയെന്ന്. പാവ അവള് ഒഴിഞ്ഞു മാറി ഓരോന്ന് പറഞ്ഞ് നടക്കുക. ഒരു ഭർത്താവായിട്ട് എനിക്കൊരു മാല പോലും മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, ഇപ്പൊ തൽക്കാലം എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് മഹേഷ് ഉണ്ടല്ലോ, നമ്മുടെ മഹേഷ്. അപ്പൊ മഹേഷ് പറഞ്ഞു, അത് പിന്നെ നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്, നിനക്കിപ്പം കടം തന്നാ മതിയല്ലോ,
ഇപ്പം ഒരു മാല മേടിക്കണം, ഒരു ചെറിയ മാല മേടിച്ചാൽ മതിയല്ലോ. എന്നിട്ട് കൂട്ടുകാരന്മാരെല്ലാം ഇങ്ങനെ ടാക്സി ഓടിക്കുന്നവന്മാരൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ അവന്മാരോടൊക്കെ മഹേഷ് പറഞ്ഞു, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, അല്ല നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ പൈസ കാണുമല്ലോ, അപ്പോൾ ഒരാൾക്ക് പറ്റുന്നത് 10,000 രൂപ വെച്ചെടുത്താലും ഓക്കെ, നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു കൂടിപ്പോയൊരു 50,000 രൂപ കിട്ടും. 10,000 രൂപ വെച്ച് 50,000 രൂപ കൂടുതൽ കിട്ടും, കാരണം അവിടെ 5 പേരല്ല ഉള്ളത്. അപ്പൊ അതിൽ കൂടുതൽ രൂപ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യാം, 10,000 രൂപ വെച്ച് ഞങ്ങൾ തരാം, നീ ഓരോ മാസം ഞങ്ങൾക്ക് തന്നാൽ മതി. ഇപ്പം 5,000 വെച്ചാണെങ്കിലും തന്നാൽ മതി, ഞങ്ങൾക്ക് തന്നാൽ മതി, പ്രശ്നമില്ല. ഇപ്പം നീ ഏതായാലും നീ നിന്റെ പെണ്ണുമ്പിള്ളയുടെ കാര്യം നോക്ക്, കാരണം രേവതി ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവള് തന്നെയാണ്, അവള് നല്ലൊരു പെങ്കൊച്ച, അവളുടെ സ്വഭാവമൊക്കെ ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, അവളെ നീ സങ്കടപ്പെടുത്തരുത്, നീ ഇത് കൊണ്ടുപോയി കൊടുക്കാൻ പറയാണ്, നീ ഇത് കൊണ്ടുപോയി മാല മേടിച്ച് കൊടുക്കാൻ പറയാണ്. അങ്ങനെ നമ്മുടെ സച്ചിക്ക് എല്ലാവരും കൂടെ ചേർന്ന് ഒരു 10,000-60,000 രൂപ, 60,000 കൂടുതൽ കിട്ടിയെന്ന് തോന്നുന്നു. ഒരു പവൻ മേടിക്കണമെങ്കിൽ ഇപ്പൊ ഏകദേശം എത്ര രൂപ വേണം. അപ്പം ആ ഒരു ലെവലിൽ പൈസ കിട്ടി നമ്മുടെ സച്ചിക്കും സന്തോഷമായി. കാരണം കൂട്ടുകാരന്മാരോട് നന്ദി പറയണം, ഇങ്ങനെയുള്ള നിങ്ങളെപ്പോലെയുള്ള കൂട്ടുകാരന്മാർ ഉള്ളത് കൊണ്ടാണ് എന്നെപ്പോലെയുള്ളവരൊക്കെ ജീവിച്ചു പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ നന്ദി പറയുന്നു. അപ്പൊ കൂട്ടുകാരന്മാർ പറഞ്ഞു, പോടാവേ ഒന്ന്, ഈ ഒരു സമയത്തല്ലാതെ പിന്നെ എങ്ങനെയാ കൂട്ടുകാരന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇത് വേണ്ടേ. അപ്പം ഈ ഒരു സമയത്തൊക്കെയല്ലേ ഞങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ സഹായിച്ചു. അതുപോലെ രേവതി ഞങ്ങൾക്ക് ഞങ്ങളുടെ പെങ്ങളെ കുട്ടിയെ പോലെയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് മാത്രമല്ല, രേവതി ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വയറ് നിറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് തരുന്ന, സ്വന്തം ആങ്ങളയ്ക്ക് കൊടുക്കുന്ന പോലെ ഞങ്ങൾക്ക് കൊണ്ട് തരുന്നത്. അപ്പൊ ഞങ്ങളുടെ പെങ്ങളുട്ടിയുടെ കാര്യം ഞങ്ങൾ നോക്കണ്ടേ, അതുകൊണ്ട് പോവയ്യ, ഈ മര്യാദയ്ക്ക് പോയി മാല മേടിച്ചുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഏതായാലും സച്ചി ആ പൈസയൊക്കെ കൈ വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും സച്ചി കുറച്ചും കൂടെ പൈസ ഇട്ടിട്ട് ഉറപ്പായിട്ടും ഒരു മുഴുത്ത മാല മേടിച്ചു കൊടുക്കുമായിരിക്കും. എല്ലാവരുടെ മുമ്പിൽ നമ്മുടെ രേവതിയുടെ നാണം കെടുത്താനൊന്നും പോകുന്നില്ലല്ലോ. ഒരു പവനൊന്നും അല്ല, അതിൽ കൂടുതൽ പവനുള്ള മാല തന്നെ മേടിച്ചുകൊണ്ട് കൊടുക്കുമായിരിക്കും. കാരണം നമ്മുടെ സച്ചിയുടെ കയ്യിലും കുറച്ച് പൈസയൊക്കെ ഉണ്ട്. നമ്മുടെ സച്ചി ചില്ലറക്കാരനൊന്നും അല്ല, പൈസയൊന്നും കളയത്തൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ സമയത്താണെങ്കിൽ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ റെസ്റ്റോറന്റ് ആണ്. അപ്പൊ ഇപ്പം റെസ്റ്റോറന്റില് ചന്ദ്രയുടെ 2 മക്കളും റെസ്റ്റോറന്റിലാന്ന് ഓർത്തോണം. നമ്മുടെ ശ്രീകാന്തും റെസ്റ്റോറന്റില് ഇപ്പം പഠിച്ചു വലിയ കൊമ്പത്തിരിക്കേണ്ട, മറ്റേ കറങ്ങുന്ന കസേരയിൽ ഇരുന്ന് കറങ്ങി AC-യുടെ മുമ്പിൽ ഇരിക്കേണ്ട നമ്മുടെ ശ്രുതിയും റെസ്റ്റോറന്റിലാണുള്ളത്. അപ്പൊ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശ്രുതി എവിടെ ചെന്നാലും പ്രശ്നങ്ങളാണല്ലോ. അപ്പൊ അവിടെ കുറച്ച് ആൾക്കാർ വന്നപ്പോൾ ലിസ്റ്റൊക്കെ എടുക്കുകയാണ്. അപ്പൊ ലിസ്റ്റൊക്കെ എടുക്കാൻ വന്ന ആൾക്കാരെ എന്തോ അറിയാലോ, കസ്റ്റമേഴ്സിന് നമ്മൾ നല്ല രീതിയിൽ ഡീൽ ചെയ്യണം. അതിപ്പം കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാലും നമ്മൾ സ്റ്റാഫുകൾ നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്യുക എന്നതാണ് ഏതൊരു സ്ഥാപനത്തിന്റെ ആണെങ്കിലും സവിശേഷത എന്ന് പറയുന്നതും അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശ്രുതി പക്ഷെ വലിയ നല്ല രീതിയിലൊന്നും അല്ല. ഈ ശ്രുതിയോട് എന്തോ ദേഷ്യപ്പെട്ട്, എന്തോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എന്തോ ദേഷ്യപ്പെട്ട് അതൊരു വലിയ പ്രശ്നമാക്കി തന്നെ തീർക്കുകയാണ്. ഏതായാലും ശ്രുതി അത് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ പോയി നോക്കിയപ്പോൾ ആ സാധനം ഇല്ല. അപ്പോഴത്തേക്കും കസ്റ്റമർക്ക് അങ്ങനെയാണല്ലോ, ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവര് വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ അത് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരുമല്ലോ. സ്വാഭാവികം, ദേഷ്യം വരും തീർച്ചയായിട്ടും. അങ്ങനെ ദേഷ്യം വന്നു. ഈ ദേഷ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി വെറുതെ വിടുവോ? ശ്രുതിക്കും ദേഷ്യം വന്നു. അങ്ങനെ അവിടെ അച്ചറ കച്ചറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയാണ്. ഏതായാലും ഈ ജോലി പോകുമോ അതോ ഇനി വേറെ ജോലിക്ക് പോകേണ്ടി വരുമോ, വീണ്ടും നുണ പറഞ്ഞ് പാർക്കിൽ തന്നെ പോയി ഇരിക്കേണ്ടി വരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ. അപ്പൊ എല്ലാവരും കാത്തിരിക്കാം. ഏകദേശം നാളെ ഈ ഒരു സീനോടൊക്കെ കൂടി തന്നെയാണ് കേട്ടോ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. ഈ സീൻ വരെ എത്തുമെന്നും അറിയില്ല, എത്താൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ എത്താതിരിക്കാം. നമ്മുടെ കഥ ഇങ്ങനെ വലിഞ്ഞ് പോകുന്നുണ്ട്, കറക്റ്റായിട്ട് നമുക്ക് പറയാനും പറ്റില്ല. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇതേപടി നമുക്ക് ഉണ്ടാകണം. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും തന്നെയാണ് നമ്മുടെ കൂടുതൽ വീഡിയോ ഇടാനുള്ള പ്രചോദനം എന്നൊക്കെ പറയുന്നത്. പിന്നെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവരും കമന്റിലൂടെ പറഞ്ഞേക്കണം കേട്ടോ. അതിപ്പോൾ നല്ലതാണെങ്കിലും നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റേണ്ടത് രീതികൾ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പറയാമേ. പിന്നെ നമ്മുടെ വെക്കേഷനൊക്കെ വരാൻ പോവുക ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്, അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേറെ ഏതെങ്കിലും വീഡിയോസ് കാണണമെന്ന്, അതായത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വിശേഷങ്ങൾ കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിശേഷത്തിൻ്റെ പേര് നിങ്ങളൊന്ന് എഴുതി നമുക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ട് തന്നാൽ മതി. ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അതിപ്പം വെക്കേഷനാണല്ലോ, നമുക്കൊരു 2 മാസത്തോളം അത്യാവശ്യം നമ്മൾ ഫ്രീ ആണ്. കാരണം മക്കളും കൂടെ സ്കൂളിൽ പോകുന്ന സമയത്താണ് എല്ലാം കൂടെ ഒത്തിരി അങ്ങോട്ട് ഓടിച്ച് വലിച്ച് ചെയ്യാൻ പറ്റാത്തത് നമുക്ക്. അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പം നിങ്ങൾ പറയുന്ന കഥകളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് പുതിയ കഥകളൊക്കെ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ചെയ്യാം. അപ്പം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ എന്നും ഉണ്ടായാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.